തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ ഏതാണ്ടൊരു കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ തെരുവുനായ ശല്യം ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരവാസികൾ. പൊതുവിടങ്ങളിലടക്കം മാലിന്യം കുന്നുകൂടിയതോടെ തെരുവുനായ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത BJP ഭരണസമിതിയും മേയർ VV രാജേഷും പ്രശ്നങ്ങൾ മുൻ ഭരണസമിതിയുടെ തലയിലിടാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തുമ്പോൾ ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. ശാസ്തമംഗലത്ത് ഇന്നലെ രാത്രിയുണ്ടായ തെരുവുനായകളുടെ അതിക്രമമാണ്. കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻഭാഗം നായകൾ പൂർണ്ണമായും കടിച്ചു നശിപ്പിച്ചു. ഒരാള് ഒരു പട്ടിയെ കണ്ടു, ഇവിടെ ഒരു വെള്ള കളറിലൊരു പട്ടിയെ കണ്ടു. അങ്ങനെ ഇവിടെ വേറെ പട്ടികളുണ്ടായിരുന്നു, അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ താഴെ ഇറങ്ങി നോക്കിയോന്ന്. ഞാൻ പറഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു 6:45 ഞാനിവിടെ ഇറങ്ങിയപ്പം ഈ വണ്ടിയുടെ പാർട്സുകളെല്ലാം അടർന്നും സെപ്പറേറ്റായി പാർട്ടിക്കിൾസ് അവിടെ ഇവിടെയായിട്ട് കിടക്കുകയായിരുന്നു. മുൻവശം 2 വീലിൻ്റെ മുകളിൽ വശവും ബോണറ്റിൻ്റെ ഭാഗം, അതായത് ബമ്പറ്, ഫോഗ് ലൈറ്റുകൾ എന്നിവയൊക്കെ എല്ലാം പോയിട്ടുണ്ട്. കുറേ വയറുകളും കട്ടാക്കിയിട്ടുണ്ട്. കൂട്ടം കൂടിയെത്തുന്ന നായകളാണ് ഇത്തരത്തിൽ വീട്ടിലെ ഉപകരണങ്ങൾ അടക്കം നശിപ്പിക്കുന്നത്. തെരുവുനായയുടെ അതിക്രമം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 വരെയുള്ള ഗ്രൂപ്പുണ്ട്. ഒരുമിച്ച് അവരുടെ പോക്ക് ഈ റോഡിൽ കൂടെ നടക്കും, അതുപോലെ തിരിച്ചും പോകും. പരാതിപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഞാനല്ല, മറ്റു പലരും പരാതിപ്പെട്ടിട്ടുണ്ട്. പലതവണ തെരുവുനായ ശല്യത്തെക്കുറിച്ച് നഗരസഭയിൽ പരാതി പറഞ്ഞിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോഴും നഗരസഭ കണ്ടെത്തിയിട്ടില്ല. മിക്കതും റീപ്ലേസ് ചെയ്യേണ്ടതാണ്, അങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പാർട്സ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെൻറ്റിങ് പെയിൻറ്റിങ് ഉണ്ട്. എങ്ങനെയായാലും ഒരു 30,000 to 40,000 മിനിമം ആകും. തിരുവനന്തപുരം നഗരത്തിൽ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 1ാം ഘട്ട നടപടികൾ പൂർത്തിയായി എന്നാണ് മേയർ VV രാജേഷിന്റെ വാദം. ഇതിന്റെ ഭാഗമായി നിരവധി നായകളെ വന്ധീകരിച്ചതായും ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയതായും VV രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ നഗരസഭയുടെ മൂക്കിൻ തുമ്പിലടക്കം തെരുവുനായ ശല്യം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് കൃത്യമായി പരിഹരിച്ചിരുന്ന തെരുവുനായ പ്രശ്നമാണ് പുതിയ ഭരണസമിതി താറുമാറാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.